ഇന്ന് തോരൻ വെച്ച് ഏറ്റവും കൂടുതൽ തേങ്ങ തിരുമ്മിയത് ആദിലയാണ്. അത് ആദില പറയുന്നത് ഞാൻ അത്രയും തേങ്ങ തിരുമ്മി കൊടുത്തിട്ട് എനിക്ക് കുറച്ചും സാവുമോന് തോനെയും കൊടുത്തു. അപ്പം ഷാനാസ് പറയുന്നത് കൊടുത്തത് പോട്ടെ, അത് അവനോട് പറയുന്നത് നിനക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ തന്നേന്ന്. അത് മോശമായിപ്പോയി. അത് ശവത്തെ കുത്തുന്ന പോലൊരു പരിപാടി. അത് ആർക്കാരും വിഷമം വരും എന്ന് ഷാനവാസ് ആദില പറയുന്നത് എനിക്ക് തരാതെ അവന് കൊടുത്ത്. അവൾ നേരത്തെ തന്നെ പറഞ്ഞിട്ട് നമുക്ക് ആമ്പിളാരെയാണ് ഇഷ്ടമെന്ന്, പെമ്പിളാരെ ഒന്നും ഇഷ്ടമല്ലെന്ന്. അപ്പം അനുമോള് പറയാം ക്യാപ്റ്റനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്ക് ഈ വ്യക്തിയെ എൻ്റെ ടീമിൽ നിന്ന് മാറ്റി തരുമോ? നൂറ പറയുന്നത് ഒരിക്കലും ഇല്ല. ആദില പറയുന്നത് എന്നെ ആ കിച്ചൻ്റെ പരിസരത്ത് നിന്ന് എന്നെ ഒന്ന് മാറ്റി തരുമോ? ക്യാപ്റ്റൻ പറയാം അങ്ങനെ തോന്നുമ്പോൾ മാറ്റി കളിക്കാനുള്ളതല്ല ഈ ബിഗ് ബോസ് ഹൗസ്. ഈ വ്യക്തിയെ എൻ്റെ ടീമിൽ നിന്ന് മാറ്റിയിട്ട് എനിക്ക് അനീഷേട്ടനെ ഒന്ന് ഇട്ട് തന്നാൽ മതി. ആതിര പറയുന്നത് അവളുടെ ലവ് ട്രാക്ക് പിടിക്കാനാണ്. നൂറ പറയുന്നത് അയ്യടാ മനമേ. നൂറ പറയുന്നത് ലവ് ട്രാക്ക് അല്ലാണ്ട് അങ്ങ് ഉണ്ടാക്കിയാൽ മതിയെന്ന്. അനുമോള് പറയുന്നത് അയ്യേ അതൊന്നും അല്ലടാ. മനുഷ്യൻ നന്നായിട്ട് പണിയെടുക്കുന്നൊരു മനുഷ്യനാണ്. അതിലെ വിളിച്ച് ഷാനവാസിനോട് പറഞ്ഞു ഷാനവാസിക്ക ഈ വ്യക്തി കുറച്ച് മുമ്പ് പറഞ്ഞതാണ് എനിക്ക് ആണുങ്ങളെയാണ് ഒരുപാട് ഇഷ്ടമെന്ന്. അപ്പോൾ അനീഷേട്ടനെ ആ ടീമിൽ ഇടാനേ പാടില്ല. അനുമോള് പറയുന്നത് കിച്ചണിൽ ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടികളും മതി. പണിയെടുക്കാതെ മടി പിടിച്ചിരിക്കുന്നവരെ കിച്ചണിൽ വേണ്ട എന്ന് അനുമോള്. ഈ കിച്ചണിൽ നിൽക്കുമ്പോൾ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരെയാണ് വേണ്ടതെന്ന് അനുമോള്. ഈ വ്യക്തി എനിക്ക് വേണ്ട, ഇത് എൻ്റെ റിക്വസ്റ്റാണ്. നൂറ പറയുന്നത് അതിന് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി. അതിലെ പറയുന്നത് എനിക്ക് ഈ വ്യക്തിയെ എൻ്റെ കിച്ചണിൽ വേണ്ട എന്ന് 2 പേർക്കും വേണ്ടാന്ന് പറയുന്നത്. നിങ്ങൾ 2 ആളുടെ ഇങ്ങനെ പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അനുമോള് പറയുന്നത് ഞാൻ പറയുകയാണ് എനിക്ക് ആ വ്യക്തിയെ വേണ്ട. അതിലെ പറയുന്നത് എനിക്ക് ഈ സ്ത്രീയെ വേണ്ട. അനീഷ് അങ്ങോട്ട് വന്നപ്പോൾ അതിലെ പറഞ്ഞു അനീഷേട്ടാ അനുവിൻ്റെ റിക്വസ്റ്റ് അനീഷേട്ടനെ അനുവിൻ്റെ ടീമിലിടാൻ. ഷാനാസ് പറഞ്ഞ് നടക്കൂല മക്കളെ, ഞാൻ വിട്ട് തരുമെന്ന് വിചാരിക്കേ വേണ്ട, ഞാൻ അനീഷിനെ വിട്ട് കൊടുക്കൂല. അനുമോള് പറയുന്നെങ്കിൽ എനിക്ക് അക്ബറിനെ തന്നാൽ മതിയെന്ന്. നൂറ അയ്യടാ ഇന്നലെ ഉണ്ടാക്കിയ സാധനങ്ങൾ അക്ബറിനെ കൊണ്ട് രുചിച്ച് നോക്കിക്കാനാണോ എന്ന് ആദില. അതിന് ഞാൻ അക്ബറിന് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് അനു. ഞാൻ അക്ബറിന് തന്നെ കൊടുക്കാമെന്ന് എപ്പോഴാണ് പറഞ്ഞത്? അക്ബർ എവിടെ എന്നൊക്കെ നീ ഇന്നലെ ചോദിക്കുന്നത് ഞാൻ കേട്ടല്ലേന്ന് ആദില. അത് പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരാളെ നമ്മൾ തേടത്തില്ലയോ? ആദില പറയുന്നത് നിങ്ങൾ പോയി കുലസ്ത്രീ ആദ്യം. അപ്പോൾ നൂറ പറയുന്നത് കുലസ്ത്രീ, പണിസ്ത്രീ, മടിസ്ത്രീ എന്തൊക്കെയാണിത്? ഇത്രയും നേരം ആട്ടും തൊഴിയും ചീത്തയും കേട്ട് ആ തേങ്ങ മൊത്തം തിരുമ്മി എൻ്റെ കൈ പോയതുപോലെ അമ്മാവിയമ്മ എന്നെ മെക്കിട്ട് കയറുന്നതെന്നൊക്കെ പറഞ്ഞ് ആദില ലൈവിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം.